വേണ്ട എന്ന് കരുതിയിട്ട് ഈ മോഡൽ കൃഷി കൊടുത്തതേനെ ഞാനാണ്. ഇവിടെ കൊയ്ത്ത് മ്യൂസിയം കൊണ്ടുവന്നത് ഞാനാണ്. കൊയ്ത്ത് വൈക്കോല് കെട്ടുന്ന യന്ത്രം കൊണ്ടുവന്നത് ഞാനാണ്. ഇതൊക്കെ നിങ്ങളാണ് അതിൻ്റെ ആളല്ലേ? അപ്പം ഞാനിന്ന് പോകാൻ പോകുന്നത് നിങ്ങളെ തൊട്ടടുത്തുള്ള കാങ്കുളം പാടത്തേക്ക് കേട്ടോ. പാറിലപ്പടി, അതുപോലെ തന്നെ പാറിലപ്പടി കഴിഞ്ഞിട്ടാണ് കാങ്കുളം പാടം വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ പഞ്ചായത്തിൻ്റെ വകയായിട്ട് ഇന്ന് കീടനാശിനി തെളിക്കുന്നുണ്ട്. ഈ ഡ്രോണിൽ വന്നിട്ട് മരുന്നടിക്കുന്നുണ്ട് നെൽപ്പാടത്ത്, നെൽകൃഷിയിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ് ഈ ഡ്രോൺ ഇറങ്ങി. ഒരുപാട് വെച്ചാൽ ഏകദേശം ഒരു 5 കൊല്ലത്തിനുള്ളിലായിട്ടാണ് ഈ ഡ്രോണുകളുടെ വരവ് കേട്ടോ. അപ്പോൾ ഈ ഡ്രോൺ ഞങ്ങളുടെ നാട്ടിലിപ്പോൾ ഈ വർഷം മുതലാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയിലേക്ക് പോയാലോ? നോക്കേ, നേരെ വീട്ടിലേക്ക് പോകും. നമ്മൾ പഴയ കർഷകനാണല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിങ്ങനെ പറന്നു പോകണം ഡ്രോണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിപ്പോൾ ശരിക്കും ഇപ്പോൾ നിങ്ങൾ പണ്ട് ചെയ്യുന്ന ആ ഒരു എല്ലാ ഏരിയക്ക് എത്തുമ്പോൾ ഇതിങ്ങനെ അടിക്കണോണ്ട് എത്തുമോ എന്നുള്ള ഇതിനെ പറ്റി പഠിച്ചിട്ട് വേണ്ട അതിനെ പറ്റി വല്ലതും പറയണമെങ്കിൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണേണ്ടത്. അപ്പം ഇതൊക്കെ അടിച്ചു കഴിഞ്ഞ് ഇറങ്ങി നോക്കണം അല്ലേ? പൊന്നാനിയാണ്. അത് ശരി. ഇതിപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇതുപോലെ. കഴിഞ്ഞ വർഷം നമുക്കൊരു ഡെമോ ഉണ്ടായിരുന്നു. ഈ പാടശേഖരത്തല്ല, മറ്റേ കുളങ്ങര പാലക്കൽ പാടശേഖരം. അത് ശരി. ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇതിന് ഫണ്ട് ഗവൺമെന്റ് തന്നിട്ടുണ്ട്. എല്ലായിടത്തും അടിക്കാനുള്ള നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ഏകദേശം നമുക്ക് ഒരു ദിവസത്തിന് എത്രയാണ് ഇതിനൊരു ഇത് വരുന്നത്, ചാർജ് വരുന്നത്? ചാർജ് വരുന്നത് അത് കമ്പനിക്കാണ് ചോദിക്കേണ്ടി വരും. പ്രൈവറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ വേറെ ഇതാണ്. അതിനുള്ള ഫണ്ട് ഇത്ര ഹെക്ടറിന് മൊത്തമായിട്ടാണ് കൊടുക്കും. ഇപ്പം എത്രയാണ് പാസ്സായിട്ടുള്ളത് മൊത്തത്തിൽ? ഇപ്പോൾ പാസ്സായത് 23 ഹെക്ടറിന്. എത്ര രൂപയാണ് 23 ഹെക്ടറിന്? 23 ഹെക്ടറിന് ഏകദേശം ഒരു 43,000 രൂപ വരും. ഉണ്ടാവും. ഇതിപ്പോൾ എത്ര ദിവസം കൊണ്ട് തീർക്കാം? 2 ദിവസം കൊണ്ട് തീരും. 2 ദിവസം കൊണ്ട് തീരും. ഫ്ലൈയിങ് ടൈം ഉണ്ട്. 9:30 വരെ രാവിലെ ഉണ്ടാവും. അത് വെയിൽ ചൂടാവുന്ന നേരം. അതെ അതെ. പിന്നെ 3 to 6 അങ്ങനെയാണല്ലേ? ഷിഫ്റ്റ് ആയിട്ട് എടുക്കാനല്ലേ? ഓക്കെ. ഇപ്പോൾ തുടങ്ങിയിട്ട് എപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ? നമ്മളൊരു 7:30ക്ക് തുടങ്ങി 9:30ക്ക് ഓഫ് ചെയ്യും അല്ലേ? ഹലോ, അപ്പോൾ ഇതാണ് ആ ഡ്രോൺ കേട്ടോ. സാധാരണ ഡ്രോണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത്യാവശ്യം നല്ല വലിപ്പവും, അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെയായിട്ട് അതിന് ടാങ്കും അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ടാങ്കിൽ ഏകദേശം 10 ലിറ്ററാണ് അതിൻ്റെ കപ്പാസിറ്റി കേട്ടോ, കെമിക്കലിൻ്റെ. നമ്മളിപ്പോൾ 25 മിനിറ്റാണ് ഒരു ഓടേണ്ടത്. അല്ല, 25 മിനിറ്റാണ് പോകേണ്ടത്. നമ്മുടെ കയ്യിലുള്ള ബാറ്ററി ഒക്കെ ഇപ്പോൾ അത്യാവശ്യം യൂസ് ചെയ്ത ബാറ്ററികളാണ്. അപ്പോൾ ബാക്കപ്പ് കുറഞ്ഞിട്ടുണ്ടാവില്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അടിച്ചിട്ടില്ല. ഡ്രോൺ അവിടെ അടിച്ചിട്ടുള്ളൂ, പെരുമ്പായൻ്റെ അവിടെ. അത് ശരി. ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയില്ലേ? നിങ്ങൾ ഏരിയതാ ഈ കാണണം അല്ലേ? ഓക്കെ. ഇപ്പോൾ ഇതിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ അടിച്ച് കയറും. അത് ശരി. അവിടെ നിന്ന് ഇങ്ങനെ മൊത്തം കവർ ചെയ്ത് ഇങ്ങനെ വരും. അത് കഴിഞ്ഞാലേ പാറയിലപ്പടി ഭാഗത്തേക്ക് എത്തും. അപ്പോൾ ഇത് ഏകദേശം നല്ല ഇവർ യൂസ് ചെയ്തെന്ന് പറയാൻ കാരണം വെച്ചാൽ ഏകദേശം 25 ബാറ്ററിയാണ് ഇപ്പോൾ അവർ സ്റ്റെപ്പിനായിട്ട് കൊണ്ടുനടക്കുന്നത് കേട്ടോ. അപ്പോൾ ഡ്രോണിലേക്കുള്ള ബാറ്ററികളൊക്കെ ഘടിപ്പിച്ച് അതിൽ മരുന്നൊക്കെ നിറക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് 7:30 മുതൽ 9:30 വരെയാണ്. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല വെയിൽ ചൂടാകുന്ന സമയത്ത് ഈ ഒരു ഡ്രോൺ ഹീറ്റാവും. അപ്പോൾ അവർക്ക് പറത്തിപ്പിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു പാടശേഖരം മൊത്തം മാപ്പ് ചെയ്തിട്ടാണ് ഇവർ 7:30 മുതൽ 9:30 വരെയുള്ള ആ ഒരു അത്രയും ഏരിയ ഇവർ മൊത്തം മാപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രോൺ പറത്തിപ്പിക്കുന്നത്. പിന്നെ ഇത് നല്ലൊരു ടെക്നോളജിയാണ്, നല്ല ഐഡിയ ആണ്, കാലത്തോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു ടെക്നോളജി തന്നെയാണ്. പക്ഷേ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏകദേശം ഒരു നഷ്ടമാണ്. സ്വന്തമായിട്ട് ഇവർ വിളിച്ച് ഈ ഒരു കീടനാശിനി അടിക്കുന്നത് ഒരു ആളെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 6 ഏക്കർ ഭൂമിയോളം അവർക്ക് അടിക്കാൻ കഴിയും, രാവിലെ മുതൽ വൈകിട്ട് വരെ. പക്ഷേ അതിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. പക്ഷേ ഈ മെഷീൻ വെച്ച് ചെയ്യുമ്പോൾ 1 ഏക്കർക്ക് 650 രൂപയാണ് വരിക. അപ്പോൾ ഗവൺമെൻറ് ഇത് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് കർഷകർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ കർഷകർ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അത് മാപ്പ് ചെയ്ത് കൊടുത്ത് ആ മാപ്പിലേത് അടിക്കുള്ളൂ അല്ലേ? അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല? ഇല്ല, നമുക്ക് മാറ്റി കൊടുക്കാം. അല്ലാണ്ട് വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അടിക്കാൻ, മാനുവലായിട്ട് അടിക്കാനുണ്ട്. അത് ശരിയാണ്, ഓട്ടോമാറ്റിക് അടിക്കാൻ. ഇതിപ്പോൾ നിങ്ങൾ ഒരു ഏരിയ ഉണ്ട് കാണിച്ചു കൊടുത്തേക്കാം. ഏരിയ എത്രയും കാണിച്ചു കൊടുക്കാം. ആദ്യത്തെ ഏരിയ മാപ്പ് ചെയ്തിട്ടേക്കും. ശരിയാണ്. 75
പിന്നെ വേറൊരു സ്വകാര്യം കൂടി പറഞ്ഞുതരാം. നമ്മളൊരാളെ വിളിച്ച് ചെയ്യുകയാണെങ്കിൽ അവരെന്നെ കീടനാശിനി കലക്കി ആ ഒരു പ്രഷർ ഡബ്ബയിലേക്ക് അവരെന്നെ നിറക്കും കേട്ടോ. ആ ഒരു ജോലിക്കാരൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഈ ഒരു ഡ്രോൺ വിളിക്കുന്നതുകൊണ്ട് ഓഫീസിലിരിക്കുന്ന 2 ഓഫീസർമാരും അവിടെ വന്ന് നോക്കി നിൽക്കണം. അതുപോലെ തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ 2 പേരും വേണം. അതുപോലെ തന്നെ ഇതിലേക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാനൊരു 2 പേര് വേണം. അപ്പോൾ എത്ര പേരായി? 6 പേരെ ഒരു മെനക്കെടാണ് ഈ ഒരു സംഭവം. ഈ ഒരു ഡ്രോൺ ഉപയോഗിച്ച് ഇവിടെ കീടനാശിനി തളിക്കുന്നതുകൊണ്ടുള്ള ഒരു ഇത് കേട്ടോ ഞാൻ കണ്ടത്. കാരണം 4 പേരെ ആവശ്യം എന്നുള്ള 2 ആൾ നോക്കി നിൽക്കുക, 2 ആൾ ഇതിലിങ്ങനെ നിറച്ച് കൊടുക്കാൻ നിൽക്കുക, 2 പേര് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇതൊരാൾ ചെയ്യുന്നതല്ലേ നല്ലത്. അത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇങ്ങോട്ട് പോരെ. പിന്നെ ഈ ഒരു ഡ്രോൺ സഞ്ചരിക്കുമ്പോൾ ഭയങ്കര സൗണ്ടാട്ടോ. ഒരു ചെറിയ ഹെലികോപ്റ്റർ പോകുന്ന അതിൻ്റെ ഏകദേശം ഒരു ഫീലിംഗ് ആണ് ഈ ഒരു ഡ്രോൺ പറന്ന് പൊങ്ങുമ്പോൾ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഏകദേശം 10 ലിറ്ററിൻ്റെ ടാങ്കും അതിനോട് സംബന്ധിച്ച് അതിൻ്റെ റിസീവറും കാര്യങ്ങളും അതിൻ്റെ വെയിറ്റും ഏകദേശം നല്ല കനമുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഡ്രോൺ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫാനിൻ്റെ ചോട്ട് നിൽക്കുമ്പോൾ ഭയങ്കരമായ കാറ്റാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, നെൽവയലൊക്കെ കയറുന്ന ചീറിപ്പായെന്ന് കാണാം. അതിൻ്റെ ഫാനിൻ്റെ അതിൻ്റെ പ്രൊപ്പലറിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഫാൻ കറങ്ങുന്നതോടൊപ്പം അതിൽ നിന്ന് ഏകദേശം ഒരു 4 പ്രൊപ്പല്ലർ ആ ഫാനിൻ്റെ ആ ഒരു ലെവലിലാണ് അതിൻ്റെ ആ ഒരു സ്പ്രേ ചെയ്യാനുള്ള പൈപ്പുകൾ ഘടിപ്പിച്ചിട്ടുള്ളത്. അതിലൂടെ ഇങ്ങനെ സ്പ്രേ ചെയ്യണം. അപ്പോൾ ഈ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇവർ വിചാരിക്കുന്ന സ്ഥലത്തേക്കാണോ പോകുന്നത് എന്നൊരു സംശയമുണ്ട്. കാരണം അത്രയും പവറിലാണ് അതിൻ്റെ ആ ഫാനിൻ്റെ ആ ഒരു കാറ്റ് വരുന്നത്. എന്തുമാവട്ടെ, കാരണം ടെക്നോളജിയാണല്ലോ. കാലം സഞ്ചരിക്കുമ്പോൾ ആ കാലത്തിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇതിൽ. കാരണം ഒരുപാട് മെഷീനറികൾ വന്നു, ജോലിക്കാരുടെ പണികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഏതായാലും നമുക്കിതിനെ സ്വാഗതം ചെയ്യാം. എന്താ പറയാന്, നിങ്ങൾ എത്ര കാലമായി ഇപ്പോൾ? നമ്മൾ ചെറുപ്പത്തിലായത് ഒരു 10 വയസ്സിൽ ഈ പാടത്ത് തന്നെയാണ്. ഒരു 10-60ഓളം വർഷമായി കൃഷി തുടങ്ങിയിട്ട്. അത് ഒരു കൊല്ലത്തെ കൃഷി എടുത്തു വരുമ്പോൾ ഞാൻ അടുത്ത കൊല്ലത്തിന് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു പദ്ധതി അയ്യവൻ ആലോചിക്കലാണ്. ഈ കൃഷി തന്നെ ഞാനാണ് കൊടുക്കുന്നത്. നെൽകൃഷി. നെൽകൃഷി അല്ല, നെല്ല് വേറെ ഇനത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വേണ്ട എന്ന് കരുതിയിട്ട് ഈ മോഡൽ കൃഷി കൊടുത്തതേനെ ഞാനാണ്. ഇവിടെ കൊയ്ത്ത് മ്യൂസിയം കൊണ്ടുവന്നത് ഞാനാണ്. വൈക്കോല് കെട്ടുന്ന യന്ത്രം കൊണ്ടുവന്നത് ഞാനാണ്. ഇതൊക്കെ നിങ്ങളാണ് അതിൻ്റെ ആളല്ലേ? ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പച്ചക്കറി ഐറ്റംസ് എന്തെങ്കിലും? പച്ചക്കറി കുറേച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇത് കൊയ്തിൻ്റെ ശേഷം അല്ലേ? കൊയ്തിൻ്റെ നല്ല ഇതുപോലത്തെ കരവർത്തൊക്കെ. ശരി. ഇപ്പോൾ ചെയ്യാൻ എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പോരാ, ആളെ വെച്ചിട്ട് ചെയ്യിക്കുന്നാവൂല്ലേ? ആളെ വെച്ചിട്ട് വേണം ചെയ്യാൻ. ആയിക്കോട്ടെ. ഓളിന്റെ പണി കാണാനല്ലോ അങ്ങോട്ട് ഇറങ്ങിയത്. അടിക്കാണ് നിലം തൊടാത്ത അടിയാണ് അല്ലേ? അതെ.